وترادف مننه وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله اللهم صل وسلم على عبدك ورسولك محمد وعلى آله وصحبه أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت الواقعة وانشقت السماء فهي يومئذ واهية والملك على أرجائها ويحمل عرش ربك فوقهم يومئذ ثمانية يومئذ تعرضون لا تخفى منكم خافية. ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, എല്ലാ രഹസ്യവും പരസ്യവും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ലത്തീഫും ഖബീറും സമീഉം ബസീറുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും കൂടെ നിങ്ങളോടും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ജീവിതം നയിച്ച് ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ നമ്മുടെ ഖുതുബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നമ്മോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചത്. അതിൻ്റെ തുടർച്ചയെന്നോണം ഏതാനും ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കാത്തവരോ അറിയാത്തവരോ പഠിക്കാത്തവരോ അല്ല. എങ്കിലും ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിൽ വിസ്മരിച്ചു പോകാൻ സാധ്യതയുള്ള ചില മേഖലകൾ, ഇതൊക്കെ എന്നോട് ചോദ്യമായി വരാനുള്ളവയാണ് എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണർത്തുന്നത്. വിശ്വാസ രംഗത്തെക്കുറിച്ചുള്ള ചോദ്യം അത് വേറെയാണ്, കർമ്മങ്ങളെക്കുറിച്ചുള്ള ചോദ്യം അത് വേറെയാണ്, അതുപോലെ തന്നെ വ്യക്തികൾ തമ്മിലുള്ള ബാധ്യതകൾ, കടമകൾ, അത് ചോദ്യങ്ങൾ വേറെയാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ തരത്തിലുള്ള വിവിധ ചോദ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നുണ്ട്. കർമ്മങ്ങളിൽ അല്ലാഹു തആല നമുക്ക് ഒരുപാട് കർമ്മങ്ങൾ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ജുമുഅ നമ്മൾ നിർവഹിക്കുന്നത് അല്ലാഹു നിശ്ചയിച്ചെന്ന ഇബാദത്താണ്. ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഇബാദത്തുകളിൽ തന്നെ ഏറ്റവും ആദ്യമായി വരുന്ന ചോദ്യം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ യുഹാസബുൻ നാസു ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ജനങ്ങൾ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത്, മദ്രസയിൽ വെച്ചുകൊണ്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയ ഹദീസാണിത്, അസ്വലാത്ത് മിൻ അഅമാലിഹിം അസ്വലാത്ത്, കർമ്മങ്ങളിൽ ആദ്യമായുള്ള വിചാരണ നമസ്കാരത്തെക്കുറിച്ചാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമസ്കരിക്കുന്നവരാണ് എങ്കിലും തൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഒഴിവ് കിട്ടുമ്പോൾ ഒരു നമസ്കാരം എന്ന അവസ്ഥയിൽ നിന്ന് മാറി നമസ്കാരത്തിന് അല്ലാഹു തആല ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ ഖബറിൽ പോയാൽ പോലും അവിടെയുള്ള സുഖ ദുഃഖ ജീവിതത്തെ വേർതിരിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്ന് നമസ്കാരമാണ് എന്നുള്ള ബോധത്തോടുകൂടി, പരലോകത്ത് റബ്ബി എന്നോട് നിശ്ചയിച്ചു തന്ന ആരാധനകളിൽ ഒന്നാമത്തെ ചോദ്യം നമസ്കാരമാണ് എന്ന ബോധത്തോടുകൂടി അതിൻ്റെതായ സമയങ്ങളിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഖാശിഊൻ ഖുശൂഓടുകൂടി
ദായിമൂൻ സ്ഥിരമായി നിർവഹിക്കുന്നവരായിക്കൊണ്ട്, ഹാഫിളൂൻ സൂക്ഷ്മത പാലിച്ചുകൊണ്ട്. ഇതൊക്കെ ഖുർആൻ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞ ചില വിശേഷണങ്ങളാണ്. ആ നിലയ്ക്ക് നമ്മൾ കൃത്യമായി നിർവഹിക്കുക. കാരണം പരലോകത്ത് കർമ്മങ്ങളിലെ ഒന്നാമത്തെ ചോദ്യം നമസ്കാരത്തെ കുറിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചോദിക്കും. വഹുവ അഅലമു. ഇത് അല്ലാഹുക്ക് അറിയാനിട്ടല്ല, അല്ലാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. എന്താ റബ്ബിന്റെ കൽപ്പന മലക്കുകളോട്? ഉൽറു ഫീ സ്വലാത്തി അബ്ദി, എന്റെ അടിമയുടെ നമസ്കാരത്തെ കുറിച്ച് ഒന്ന് നോക്കണം. അതമ്മഹ അം നഖസഹ, അവനത് പൂർത്തിയാക്കിയിട്ടുണ്ടോ അതോ ന്യൂനത വരുത്തിയിട്ടുണ്ടോ? നമസ്കരിച്ചോന്ന് മാത്രമല്ല, നമസ്കാരത്തിൽ പൂർണ്ണത ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴാ പൂർണ്ണത വരുന്നത്? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവർ അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചു. ഒന്നാമത്തെ സ്വഭാവം പറഞ്ഞത് നമസ്കരിക്കുന്നവർ എന്നല്ല, നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവർ, ഭയഭക്തിയുള്ളവർ, വിനയമുള്ളവർ, താഴ്മതയുള്ളവർ, അല്ലാഹുവിന്റെ മുൻപിലാണ് നിൽക്കുന്നതെന്ന ബോധത്തോടുകൂടി നിർവഹിക്കുന്നവർ, മനസാന്നിധ്യത്തോടുകൂടി നിർവഹിക്കുന്നവർ. ഖുശൂ എന്താണ് എന്ന് ഒരു ഖുത്ബ മാത്രമായി നമ്മൾ പ്രത്യേകം നിർവഹിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള ചില സ്വഭാവങ്ങൾ അല്ലാഹു തആല പറഞ്ഞു. ഖുശൂ വേണം, മുഹാഫദത്ത് വേണം. എന്താ മുഹാഫദത്ത്? കൃത്യമായ സമയത്ത് അത് ജമാഅത്തോടുകൂടി അതിൻ്റെതായ റുക്നുകളും വാജിബാത്തുകളും കൃത്യമായി പാലിച്ചുകൊണ്ട് അത് നിർവഹിക്കണം. പിന്നെയോ ദായിമൂൻ, അത് സ്ഥിരമായിരിക്കണം. ഒഴിവ് കിട്ടിയപ്പോൾ നമസ്കരിച്ചു, അല്ലെങ്കിൽ നമസ്കാരം ഇല്ല. അല്ലെങ്കിൽ തന്നെ എല്ലാം കഴിഞ്ഞ് അവസാനം ഒഴിവ് കിട്ടുമ്പോൾ നമസ്കാരം ഉണ്ട്, അല്ലെങ്കിൽ നമസ്കാരം ഇല്ല. അങ്ങനത്തെ അവസ്ഥ വരരുത്. നമസ്കാരത്തിൽ സൂക്ഷ്മത, അതാണ് ഹാഫിള് എന്ന് ഖുർആൻ പറഞ്ഞത്. റബ്ബിന്റെ ചോദ്യം അതാണ്. നമസ്കരിച്ചു എന്ന് മാത്രമല്ല, അതമ്മഹ അം നഖസഹ, അവനത് പൂർത്തിയായി നിർവഹിച്ചിട്ടുണ്ടോ അതോ ന്യൂനത വരുത്തിയിട്ടുണ്ടോ? ഫഇൻ കാനത് തമ്മതൻ, അത് പരിപൂർണമാണ് എങ്കിൽ കുത്തിബത്തു ലഹു തമ്മ, അത് പരിപൂർണതയുടെ പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെടും. ആ പ്രതിഫലം അവന് നിശ്ചയിക്കുകയും ചെയ്യും. വൈൻ കാനം തഖസ മിൻഹാ ശൈഅൻ, വല്ല കുറവുണ്ടെങ്കിലോ? അല്ലാഹു തആല കാരുണ്യവാനാണ്, ആ റബ്ബ് റഹ്മാനാണ്. റബ്ബിന്റെ അടുത്ത കൽപ്പന എന്താണെന്നറിയോ? മലക്കുകളോട് പറയുന്നു, ഹല്ലി അബ്ദി മിൻ തതവ്വുഇൻ, എന്റെ അടിമ വല്ല സുന്നത്തുകളും നമസ്കരിച്ചിട്ടുണ്ടോ നോക്ക്. അവന്റെ കണക്ക് നോക്കാൻ പറയാണ്. അല്ലെ, നമസ്കരിക്കാൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മകൾ, നമ്മുടെ ചിന്തകൾ പല ഭാഗത്തേക്ക് പോകാറുണ്ട്. ചിലപ്പോൾ ഖുശൂ പൂർണ്ണമായി നഷ്ടപ്പെടാറുണ്ട്. നമസ്കാരത്തിലാണെന്ന ബോധം പോലും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അവിടെ അള്ളാഹു മനുഷ്യന്റെ പ്രകൃതി അറിയുന്നവനാണ്. റബ്ബ് പരിഹാരം തരിക. എന്താ പരിഹാരം? ആ നമസ്കാരത്തിന് മുമ്പ് നിനക്ക് സുന്നത്തുകളുണ്ട്, ശേഷം സുന്നത്തുകളുണ്ട്, ദുഹാ നമസ്കാരമുണ്ട്, അതിനപ്പുറമുള്ള തഹയ്യത്തുൽ മസ്ജിദുകൾ, രാത്രിയിലെ മറ്റ് നമസ്കാരങ്ങൾ. ഈ നമസ്കാരങ്ങളെല്ലാം നിർബന്ധങ്ങളിൽ വന്ന പോരായ്മകൾക്കുള്ള പരിഹാരമാണ്. അപ്പൊ അള്ളാന്റെ കൽപ്പന എന്താ? വല്ല തതവ്വുഉമുണ്ടോ, സുന്നത്തുകളുമുണ്ടോ പരിശോധിക്കും. എന്തിനാണ് ആ സുന്നത്തുകള്? ഖാല അതിമ്മൂനി അബ്ദി ഫരീളതഹു മിൻ തതവ്വുഇഹി, എന്റെ അടിമയുടെ നിർബന്ധങ്ങളിൽ വന്ന പോരായ്മകൾ അവന്റെ തതവ്വു കൊണ്ട്, സുന്നത്ത് കൊണ്ട് പരിപൂർണമാക്കണം. അപ്പൊ നമസ്കാരം അവിടെ പൂർണ്ണമായി സ്വീകരിക്കപ്പെടും. ഇതാണ് നമ്മുടെ പരലോകത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അവസ്ഥ എങ്കിൽ നമസ്കാരത്തിലും സൂക്ഷ്മത കാണിക്കുക, ആ കാര്യത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കുക. അതിന് സുന്നത്തുകളും അത് സുന്നത്തല്ലേ എന്നൊരു നിസ്സാര മനോഭാവത്തോടു കൂടി ഒരിക്കൽ നമ്മൾ ഒഴിവാക്കരുത്. മറ്റൊരു ഹദീസിൽ കാണാം, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു, ഒരു അടിമയുടെ പരലോകത്തെ കർമ്മങ്ങളിൽ ഒന്നാമത്തെ വിചാരണ അവന്റെ നമസ്കാരമാണ്. ഫഇൻ സ്വലഹത്, നമസ്കാരം സ്വാലിഹാണ് എങ്കിൽ, അത് ശരിയാണ്, നന്നായതാണ് എങ്കിൽ, ഫഖദ് അഫ്ലഹ വ അൻജഹ, അവൻ വിജയിച്ചു. വൈൻ ഫസദത്, നമസ്കാരം ഫാസിദാണ് എങ്കിലോ? നമസ്കരിക്കാതിരിക്കൽ അത് ഫസാദിന്റെ ഭാഗമാണ്. നമസ്കരിച്ചിട്ടും നമസ്കരിച്ച ഫലമില്ലാതെ പോകൽ അത് ഫസാദാകലാണ്. അങ്ങനെയാണെങ്കിൽ ഫഖദ് ഖാബ വ ഖസിർ, അവൻ ഏറ്റവും വലിയ നഷ്ടക്കാരിയായി എന്ന. അപ്പോൾ നമ്മൾ നഷ്ടക്കാരിയാകരുത്. നമ്മൾ ഫലാഹില്, നജാഹില്, അതിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്, വിജയത്തിന്റെ മാർഗത്തിൽ ഉൾപ്പെടേണ്ടത്. അപ്പൊ നമസ്കാരത്തിൽ പ്രത്യേകം ശ്രദ്ധ കാണിക്കുക. അടുത്തൊരു ചോദ്യമാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, നമ്മൾ ജനിച്ചത് മുതൽ മരിക്കുന്ന നിമിഷം വരെ നമ്മൾ ഈ ലോകത്ത് എന്ത് ഉപയോഗിക്കുന്നുണ്ടോ, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, എന്തൊരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടോ അതെല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ഒന്ന് ഇരുന്ന് എഴുതി നോക്കാൻ നമ്മൾ കഴിയില്ല എന്നാ. പലപ്പോഴും കേൾക്കാറുണ്ടല്ലോ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ ശ്രമിച്ചാൽ ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല.
അല്ലെ? ജനിച്ച് ഈ ഭൂമി ലോകത്ത് വന്ന് പിറന്ന സെക്കൻഡ് മുതൽ ഇന്ന് വരെയും നമ്മൾ ഉപയോഗിച്ച അനുഗ്രഹങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ചോദ്യമുണ്ട് എന്നാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അവ്വലു മാ യുഖാലു ലിൽ അബ്ദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അടിമയോട് ആദ്യം പറയുന്നത്. അപ്പൊ ആദ്യം പറയാന്ന് പറഞ്ഞാൽ നേരത്തെ ആദ്യം ഒന്ന് പറഞ്ഞു, ഇത് വേറൊരു ആദ്യമാണ്. അതെന്താ? അത് കർമ്മങ്ങളിൽ ആദ്യത്തേതാണ്, ഇത് അനുഗ്രഹങ്ങളിൽ ആദ്യത്തേതാണ്. അപ്പൊ പല തരം ചോദ്യങ്ങളുണ്ട്. അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രത്യേക ചോദ്യമാണ്. എന്താണ് ചോദ്യം എന്നറിയോ? അലം ഉസഹിഹ് ജിസ്മക, നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം നൽകിയില്ലേ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമുക്കൊരു വേദന വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, ശരീരത്തിൽ നിലവിലുള്ള ഒരു ആഗ്രഹം നീങ്ങിപ്പോകുമ്പോ അപ്പോഴേ അതിന്റെ വില മനസ്സിലാവുള്ളൂ. ഇന്ന് 80 വയസ്സ് കഴിഞ്ഞവരും ഈ പള്ളിയിലില്ലേ? അൽഹംദുലില്ലാഹ് എന്ന് പറയാം, അൽഹംദുലില്ലാഹ് എന്ന് പറയണം. കാരണം 40കളിലുള്ള ആളുകൾ റൂമിൽ കിടക്കുന്നവരുണ്ട്, അനങ്ങാൻ കഴിയാതെ, ഭക്ഷണം പോലും സ്വന്തം കൈകൊണ്ട് എടുത്ത് തിന്നാൻ കഴിയാതെ, തിരിഞ്ഞും മറിഞ്ഞോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാൻ കഴിയാതെ കൂടെ ആള് വേണം. അപ്പൊ റബ്ബിന്റെ ചോദ്യമുണ്ട്, അലം ഉസഹിഹ് ജിസ്മക്, നിന്റെ ശരീരത്തിന് നാം ആരോഗ്യം നൽകിയില്ലേ? അപ്പൊ അതൊരു ചോദ്യമാണ് റബ്ബിന്റെ. നമ്മളിങ്ങനെ നടക്കുമ്പോ അപ്പൊ എന്താ ഞാൻ ചെയ്യേണ്ടത്? ആ ആരോഗ്യം റബ്ബിന്റെ മാർഗത്തിൽ ഉപയോഗിക്കുക. പള്ളിയിൽ ബാങ്ക് കൊടുത്താൽ പള്ളിയിലേക്ക് പോവുക, ഇബാദത്ത് ചെയ്യേണ്ട സമയം വരുമ്പോൾ ഈ ശരീരം കൊണ്ട് ഇബാദത്ത് ചെയ്യേണ്ടത് ചെയ്യുക. കാരണം ഈ ശരീരം അല്ലാഹുവിന്റെയാണ്, അത് തന്നതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. നേരെ മറിച്ച് അത് വേണ്ടാത്ത തെറ്റായ ചീത്തയായ വഴികളിൽ മാത്രം ഉപയോഗിച്ചു കൊണ്ടിരുന്നാലോ അതിന്റെ പേരിൽ നമ്മൾ ശിക്ഷയ്ക്ക് വിധേയരാവുകയും ചെയ്യും. ഒരു ചോദ്യം അതാ, നിനക്ക് നാം ആരോഗ്യം തന്നില്ലേ? തണുത്ത വെള്ളം ഞാൻ കുടിക്കാൻ തന്നില്ലേ? വെള്ളം കുടിക്കുന്നില്ലേ? നമ്മളെ പലപ്പോഴും അതൊരു അനുഗ്രഹമായി ചിന്തിച്ചിട്ടില്ല. വെള്ളം കിട്ടാതിരുന്നാൽ, ഉള്ള വെള്ളം ഉപ്പുജലമായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ശുദ്ധമായ വെള്ളം ഇറക്കുന്ന അതേ അള്ളാഹുവിന് അള്ളാഹ് പറഞ്ഞല്ലോ, നാം ഉദ്ദേശിച്ചാൽ ആ വെള്ളത്തിൽ നാം ചവർപ്പുള്ളതാക്കി മാറ്റും. പക്ഷേ ശുദ്ധമായ വെള്ളം ഇറങ്ങുകയാണ്, നാം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ, കുളിക്കാൻ, എന്താവശ്യത്തിനും വെള്ളമില്ലാതെ ലോകത്തിന് മുന്നോട്ട് പോകൂല. നാം നിനക്ക് വെള്ളം തന്നില്ലേ? അപ്പൊ വെള്ളം ഉപയോഗിക്കുന്നിടത്ത് ശ്രദ്ധിക്കുക, പൈപ്പ് ഉപയോഗിക്കുന്നിടത്ത് ശ്രദ്ധിക്കുക. അത് പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇതൊക്കെ നിയമത്തുകളാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വേണ്ട, നമ്മൾ പള്ളിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു, മഴയത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എങ്ങനെയാ പോവുക? നല്ല മഴ ഉണ്ട്. ഒരു സുഹൃത്ത് ഇങ്ങനെ വന്ന് വഴിയിൽ വെച്ച് നമ്മളെ കണ്ട് അദ്ദേഹത്തിൻ്റെ കാറ് നിർത്തി നമ്മളെ കാറിൽ കയറി ഇരുന്നാൽ നിയമത്താണത്. അങ്ങനെ എത്ര നിയമത്ത് അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ അറിയാത്ത എത്രയോ നിയമത്തുകൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജോലി, നമ്മുടെ വരുമാനം, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, മക്കൾ, എല്ലാം സഹോദരങ്ങളെ നിയമത്തുകളാണ്. ആ നിയമത്തുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, അലസ്നാ മിനൽ ഫുഖറാഇ മിൻ ഫുഖറാഇൽ മുഹാജിരീൻ, ഞങ്ങൾ മുഹാജിറുകളിലെ ഫുഖറാക്കൾ ദരിദ്രന്മാരല്ലേ? ആ ചോദ്യം ചോദിക്കാൻ കാരണം മുഹാജിറുകളിലെ ഫുഖറാക്കൾ സമ്പത്ത് കുറഞ്ഞ ആളുകൾ, ദരിദ്രന്മാര് മറ്റുള്ളവരെക്കാൾ സ്വർഗത്തിൽ 40 കൊല്ലം മുമ്പ് നേരത്തെ എത്തും. നമ്മൾ ആ ഹദീസ് കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു. അപ്പൊ അത് കേട്ടവരാണ് ഈ സഹാബിമാര്. അപ്പൊ അവര് വന്ന് ചോദിക്കുകയാണ്, ഞങ്ങളും ഫുഖറാക്കൾ ദരിദ്രന്മാരുമല്ലേ? വഖാല ലഹു അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, അലകംറഅത്തുൻ തഅവി ഇലൈഹ, നിനക്ക് അഭയം തേടാനും സമാധാനം കണ്ടെത്താനും ഒരു ഭാര്യയുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, ഭാര്യയുണ്ട്. അടുത്ത ചോദ്യം, മലക മസ്കനുൻ തസ്കുനുഹു, നിനക്ക് താമസിക്കാൻ ഒരു വീടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഖാല നഅം, അതേ വീടുണ്ട്. അപ്പോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാ, ഫഅൻത മിനൽ അഗ്നിയ, എന്നാൽ നീ ഫഖീറല്ല, നീ ഗനിയാണ്, നീ ധന്യനാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഖാല ഫഇന്നലി ഖാദിമ, വീട്ടിലൊരു വേലക്കാരനുണ്ട്, ഒരു ജോലിക്ക് ഒരാളുണ്ട്. അപ്പോ ആ സുഹൈബ് പറയാണ്, ഫഅൻത മിനൽ മുലൂക്, എന്നാൽ നീ രാജാക്കന്മാരുടെ കൂട്ടത്തിലാണ്. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളൊക്കെ എത്രയാ? ഇതിനെക്കുറിച്ച് ചോദ്യമുണ്ട്. നമ്മളൊരു കഥ എപ്പോഴും കേൾക്കാറില്ല. കഥ എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ബിസ്ലാസ്ലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, വിശന്നിട്ട് ഇറങ്ങിയതാ. അവര് ഭക്ഷണം ഇല്ലാഞ്ഞിട്ട് എവിടെന്നെങ്കിലും കിട്ടുമോ എന്നുള്ള നിലക്ക് അവർ ഇറങ്ങിയതാ. ഉമറിനും അവർ വഴിയിൽ കണ്ടുമുട്ടി. 3 പേരും കൂടി ഒരു സ്വഹാബിയുടെ വീട്ടിൽ പോയി. ആ സ്വഹാബി അവർക്ക് വേണ്ടി ആടിനെ അറുത്തു. അതിന് മുമ്പേ കുറച്ച് അവിടെയുള്ള ഈത്തപ്പഴവും മറ്റു ഭക്ഷണമൊക്കെ വെച്ചു കൊടുത്തു. അത് തിന്നുകൊണ്ടിരിക്കെ
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ ഒരു ആയത്ത് ആ സ്വഹാബികൾക്ക് ഓതി കൊടുത്തു. എന്താണെന്നറിയോ? തുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഖുർആനിലുള്ള ആയത്താ. തുമ്മ ലതുസ്അലുന്ന, നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും, ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും, അനിൻ നഈം, അനുഗ്രഹങ്ങളെ കുറിച്ച്. ഇല്ല, ചെറിയൊരു ഭക്ഷണം കിട്ടിയപ്പോൾ വിശന്ന സമയത്ത് കിട്ടിയ ഭക്ഷണത്തിന്റെ പേരിൽ ഓതിക്കൊടുത്ത ആയത്താണ് എങ്കിൽ നമ്മളൊക്കെ തിന്നത് എത്രയാ, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ എത്രയാ, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം എത്രമാത്രം റബ്ബ് തന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ചോദ്യം എന്നോടുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിഅമതാൻ, രണ്ട് അനുഗ്രഹങ്ങൾ, മഗ്ബൂനുൻ ഫീഹിമാ കതീറുൻ മിനന്നാസ്, പല ആളുകളും അതിൽ വഞ്ചനയിൽ പെട്ടിരിക്കുകയാണ്. എന്താ വഞ്ചനയിൽ പെടുക എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹമാണെന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. ഇനി അനുഗ്രഹമാണെന്ന് ബോധ്യപ്പെടും എപ്പോ? അതില്ലാണ്ടാവുമ്പോ. അതാണ് പറഞ്ഞത്. ഇമാം ബുഖാരിയുടെ 6412 ഹദീസാണ്. രണ്ട് അനുഗ്രഹങ്ങളിൽ മനുഷ്യൻ ചതിയിൽപ്പെട്ടു പോയിട്ടുണ്ട്. അത് അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുന്നുമില്ല, ഉപയോഗിക്കുന്നുമില്ല. ഏതാണ് രണ്ട് അനുഗ്രഹങ്ങൾ? ഒന്ന് അസ്സിഹത്തു, ഒന്ന് ആരോഗ്യമാണ്. നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാൻ വലിയൊരു പ്രയാസമാണ്. നമുക്ക് രോഗം വന്നതിന് കുറേ ചികിത്സ മാറിയാൽ തന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് അത് അവിടെ ഇങ്ങനെ കാണും. ചിലപ്പോൾ ഇടക്കിടക്ക് അതിങ്ങനെ ഇളകിയതും വരും. അതില്ലാത്തൊരു സമയത്തോ എനിക്ക് കയ്യിന് ആരോഗ്യമുണ്ട്, കാലിന് ആരോഗ്യമുണ്ട്, എനിക്ക് മറ്റു അനുഗ്രഹങ്ങൾ നമ്മൾ ചിന്തിക്കാറില്ല. അപ്പൊ അത് പ്രയാസം വരുമ്പോഴാണ്, അത് ആ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാക്കുക. അപ്പോഴാ റബ്ബേ എന്നുള്ള വിളി അവന് വിളിക്കുന്നത്. എന്നാൽ ആ കണ്ണുകൊണ്ട് ലോകം മുഴുവൻ കാണുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയണില്ല. എനിക്ക് കണ്ണ് തന്ന റബ്ബ്. അല്ലേ, സംസാര ശേഷിയില്ലാത്ത എത്ര ആളുകളുണ്ട് ഇവിടെ? കൈ അനക്കാൻ കഴിയാത്ത ആളുകൾ എത്ര പേരുണ്ട്? നടക്കാൻ കഴിയാത്ത എത്ര പേരുണ്ട്? നടക്കുന്ന നമ്മൾ നടക്കാൻ കിട്ടിയ അനുഗ്രഹത്തിന്റെ പേരിൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹ് ചോദിക്കുന്ന ചില ചോദ്യങ്ങളില്ലേ, അലം നജ്അൽ ലഹു ഐനൈൻ, രണ്ട് കണ്ണ് തന്നില്ലേ? ഇതൊരു ചോദ്യമാണ്. അല്ലെ, ഈ കണ്ണുകൊണ്ട് നമ്മൾ ടൂർ പോകാറുണ്ട്. എന്തിനാ? കാണാനാ പോണത്. ഈ രണ്ട് കണ്ണില്ലെങ്കിൽ പോകൂ. വലിസാനൻ വശഫതൈൻ, നാവ് തന്നില്ലേ? രണ്ട് ചുണ്ട് തന്നില്ലേ? ഇതൊന്നും വെറുതെ ഉണ്ടായതൊന്നല്ല. അവനെ കാഴ്ചയുള്ളവനാക്കി, കേൾവിയുള്ളവനാക്കി. ഇതൊക്കെ റബ്ബ് തന്നതാ. തീർച്ചയായും ചോദ്യമുണ്ട്, സംശയമില്ല. അപ്പോ ആരോഗ്യം. മറ്റൊന്ന് വൽ ഫറാഗ്, ഒഴിവ് സമയം. അല്ലെ, പിന്നെ ആകാം കുറച്ച് ഖുർആൻ ഓതണം. ഈ നാളെ തുടങ്ങാം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആകട്ടെ, അല്ലെങ്കിൽ ഈ മാസമാണ് കഴിയട്ടെ, അല്ലെങ്കിൽ തിങ്കളാഴ്ച ആകട്ടെ. ഇപ്പൊ ഒഴിവ് കിട്ടിയോ ഇപ്പൊ ഉപയോഗിക്കുക. കാരണം ആ ഒഴിവ് സമയം അനുഗ്രഹമാണ്. അത് നമ്മൾ മനസ്സിലാക്കൂല. എപ്പോഴാ മനസ്സിലാക്കുക? ആ ഒഴിവ് കിട്ടാതിരിക്കുമ്പോ. തിരക്ക് വരുമ്പോഴാ തോന്നുക ഒരു ഖുർആൻ ഓതാനും കൂടി നേരല്ല. എന്നാ ഒഴിവ് കിട്ടിയ സമയത്തോ ഉപയോഗിച്ചില്ല. അതെ, അസ്സിഹത്തു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവ് സമയവും മനുഷ്യന്മാർ ചതിയിൽ വിട്ടുപോയ രണ്ട് അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ചോദ്യം എങ്ങനെയാണെന്നറിയോ? ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഈ ചോദ്യത്തിന്റെ രൂപം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാം, യൽഖൽ അബ്ദു റബ്ബഹു യൗമൽ ഖിയാമ, അടിമ തന്റെ റബ്ബിനെ ഖിയാമത്ത് നാളിൽ കണ്ടുമുട്ടും. ഫയഖൂലുല്ലാഹു ജല്ല വഅല, അപ്പോൾ അല്ലാഹു തആല ചോദിക്കും, അല്ലയോ മനുഷ്യ, ഇന്ന ആളെ, അയാളെ പേര് വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അലം അഖ്ലുഖുക, ഞാനല്ലേ നിന്നെ സൃഷ്ടിച്ചത്? അപ്പൊ നമ്മൾ ഈ ലോകത്ത് ജനിച്ചത് തന്നെ എന്താ? നമുക്കൊരു അനുഗ്രഹമാണ്. നമ്മളൊരാളിങ്ങനെ ലോകത്തിൽ സുഖമായി ജീവിക്കാൻ. അപ്പൊ സൃഷ്ടിപ്പ്, ഞാൻ നിന്നെ സൃഷ്ടിച്ചില്ലേ? അലം അജ്അൽക സമീഅൻ ബസീറ, കാണാനും കേൾക്കാനും കഴിവുള്ളവനാക്കിയില്ലേ നിന്നെ ഞാൻ? അലം മുസവ്വിജ്, ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തന്നില്ലേ? നിനക്കൊരു ഭാര്യനെ കിട്ടിയില്ലേ? അലം ഉക്രിംക, ഞാൻ നിന്നെ ആദരിച്ചില്ലേ? മനുഷ്യൻ ലോകത്തെ ഏറ്റവും ആദരണീയ സൃഷ്ടി ആരാണ്? മനുഷ്യനാണ്. വലഖദ് കറംനാ ബനി ആദം, ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറയാം, വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. ലോകത്ത് ഒരു സൃഷ്ടിക്കില്ലാത്ത ആദരവ് അത് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ഇസ്സത്തിനെ കളങ്കപ്പെടുത്തുന്ന ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. മനുഷ്യന് ഇസ്സത്തുണ്ട്, ആദരവുണ്ട്. അലം മുക്രിം, ഞാൻ നിനക്ക് ആദരവ് തന്നില്ലേ? അലം മുസഖിർ ലക്കൽ ഖൈല വൽ ഇബിൽ, നിനക്ക് ഞാൻ ഒട്ടകവും കുതിരയും കീഴ്പ്പെടുത്തി തന്നില്ലേ? അപ്പൊ ഇന്ന് നമ്മുടെ മൃഗങ്ങൾ ആടുകളും പൊത്തുകളും മുരികളും അത് ഒരു യാത്ര ചെയ്യാൻ, കൃഷിക്ക്, ഭക്ഷിക്കാൻ, അല്ലെ, മറ്റു സൗന്ദര്യങ്ങൾക്ക്, വീട്ടിലെ ഭംഗിക്ക് പലതിനും ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ നിനക്ക് തന്നില്ലേ? അലം മുസവ്വിദുക, ഞാൻ നിന്നെ നേതാവാക്കിയില്ലേ? ചിലപ്പോ നീ പഞ്ചായത്തിന്റെ നേതാവായിരിക്കും, അല്ലെങ്കിൽ ജില്ലയിലായിരിക്കും, അല്ലെങ്കിൽ സംസ്ഥാനത്തായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിലായിരിക്കും. ഒരു നേതാവിന്റെ സ്ഥാനത്ത് ജനങ്ങൾ നിന്നെ ആദരിച്ചു നടന്നു. ഞാൻ നൽകിയ അനുഗ്രഹമാണ്.
നീ നേതൃത്വവും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഭൂമിയിലൂടെ വിഹരിക്കാൻ നാം നിന്നെ വിട്ടില്ലേ. ഇതൊക്കെ ചോദിക്കുന്ന രൂപമാണ്. അപ്പൊ അള്ളാഹ് എന്തൊക്കെ ചോദിക്കാം? നിനക്ക് ആ വെള്ളം തന്നില്ലേ? നിനക്ക് ആ ഭക്ഷണം തന്നില്ലേ? നിനക്ക് നടക്കാൻ കാല് തന്നില്ലേ? നിനക്ക് ഉറങ്ങാനുള്ള ആ ഒരു ശാരീരിക അവസ്ഥ രാത്രിയിൽ നമ്മൾ ഉറങ്ങുണ്ടല്ലോ, അത് അനുഗ്രഹമാണ്. രാത്രിയെ നാം നിങ്ങൾക്ക് എന്താണ് ലിബാസാക്കി തന്നിരിക്കുന്നു, വസ്ത്രമാക്കി തന്നിരിക്കുന്നു. എന്താ നമ്മളങ്ങനെ മൂടി നമ്മളെ രഹസ്യമായി സ്വസ്ഥമായി സന്തോഷത്തോടു കൂടി നമ്മൾ ഉറങ്ങുകയാണ്. ഉറക്കത്തിനുള്ള വേളയാണ് രാത്രി. അത് അല്ല തന്നതാ. ഉറക്കില്ലാത്ത എത്ര ആൾക്കാരുണ്ടെന്നറിയോ? ആ അസുഖം പിടിപെടുമ്പോഴാണ് ആദ്യം നമ്മൾ ഉറങ്ങിയിരുന്ന ഉറക്കത്തിന്റെ അനുഗ്രഹം മനസ്സിലാകുക. ഉറങ്ങി എണീറ്റാൽ അൽഹംദുലില്ലാഹ് എന്നുള്ള വാക്ക് അത് നമ്മൾ എണീറ്റതിന്റെ പേരിൽ മാത്രമൊന്നല്ല, അതും ഒരു കാരണമാണ്. അതോടൊപ്പം ഉറക്കം എന്ന അനുഗ്രഹം കിട്ടിയത് അത് റബ്ബിന്റെ മഹാ അനുഗ്രഹമാണ്, ഫളിലാണ്. അപ്പൊ ഇങ്ങനെ ഓരോന്നും റബ്ബിന്റെ ചോദ്യങ്ങളാണ്. ചോദ്യത്തിന്റെ രൂപമാണ് ഈ ഹദീസിൽ വരുന്നത്. ഇതൊക്കെ ചോദിക്കുമ്പോൾ മനുഷ്യന്റെ മറുപടി എന്താ? ബലാ യാ റബ്ബ്, അതേ റബ്ബേ, ഇതിനൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ നീ എനിക്ക് തന്നിട്ടുണ്ട്, എല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാന്റെ അടുത്ത ചോദ്യം, അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിന്റെ രൂപം പറയാൻ, നീ എന്നെ കണ്ടുമുട്ടുന്ന അപ്പം നീ ഉറപ്പിച്ചോ? കണ്ടുമുട്ടുന്ന ഉറപ്പിച്ചോ എന്ന് വെച്ചാൽ പരലോക വിശ്വാസം ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം മാത്രമല്ല, ഈ നിയാമത്തുകൾക്കൊക്കെ നീ വന്ന് എന്നെ കണ്ടുമുട്ടുമ്പോ എന്ന ചോദ്യത്തിന് നീ മറുപടി പറയേണ്ടി വരും. ആ ബോധം ഉണ്ടായിരുന്നോ? അവന് പറയാണ് ഫയഖൂലു യാ റബ്ബി, ഇല്ല റബ്ബേ, ഇല്ല എന്നവന് മറുപടി പറയും. ചില ആളുകൾ മറുപടി അങ്ങനെയാണ്. എന്നാൽ നിയമത്തിന് അനുഗ്രഹത്തിന് നന്ദി കാണിച്ചവരോ അവന് ഉണ്ട് എന്നും പറയും. ഇല്ല എന്നാണ് മറുപടി എങ്കിൽ ദുനിയാവിൽ നിന്ന് സകല അനുഗ്രഹങ്ങളും കിട്ടിയപ്പോ നീ എന്നെ മറന്നു കളഞ്ഞല്ലോ, ഇന്ന് ഞാൻ നിന്നെയും മറക്കുകയാണ്. അള്ളാഹു നാളെ പരലോകത്ത് നമ്മളെ മറന്നാൽ, അള്ളാഹ് നമ്മളെ കൈവിട്ടാൽ, അള്ളാഹ് നമ്മെ വിസ്മരിച്ചാൽ പിന്നെ ആരാ നാം സ്വീകരിക്കാനുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മൾ റബ്ബിനോട് നന്ദി കാണിച്ചു കൊണ്ടിരിക്കുക. നന്ദി കാണിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എന്ത് അനുഗ്രഹം കിട്ടിയാലും അൽഹംദുലില്ലാ. ഈ എന്തിനേറെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രോഗം വന്ന് പ്രയാസപ്പെട്ട് വളരെ പ്രയാസത്തിലാണെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചാൽ മറുപടി എന്താ? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അസുഖം വന്നാൽ പോലും എന്താണ് അവസ്ഥ, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ മറുപടി എന്തായിരിക്കണം? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. കാരണം മറുപടി പറയാൻ കഴിയുന്നുണ്ടല്ലോ, അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. ഇതും ഇല്ലാത്ത എത്ര ആളുകളുണ്ട്. അപ്പൊ എന്തായാലും അൽഹംദുലില്ലാ, അതാണ് അല്ലെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, ഉറങ്ങി എണീറ്റാൽ അൽഹംദുലില്ലാ. അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ അനുഭവിക്കുന്ന എന്ത് അനുഗ്രഹമുണ്ടോ ആ അനുഗ്രഹം റബ്ബിൻ്റെതാണെന്ന ബോധത്തോടുകൂടി അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുക. എങ്കിൽ നമുക്ക് നാളെ പരലോകത്ത് പഠിക്കാനൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മോട് ഇനിയും ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. നമുക്ക് അടുത്ത ഖുതുബയിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും പ്രവർത്തിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മോട് ചോദിക്കുന്ന വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പലപ്പോഴും നമ്മൾ അശ്രദ്ധയിൽപ്പെട്ടു പോകുന്ന ഒരു കാര്യമുണ്ട്. അതൊരു ചോദ്യമാണ്. ആ ചോദ്യം നമ്മുടെ എല്ലാവരോടുമുണ്ട്. പക്ഷെ അതിൽ നമ്മൾ അത്ര ഗൗരവം കാണിക്കാറില്ല. അത് ഹദീസ് നമ്മൾ കേട്ടവരാണ്, വിഷയം അറിയുന്നവരാണ്. പക്ഷെ ആ വിഷയത്തെക്കുറിച്ചുള്ള ബോധം പലപ്പോഴും കുറവായിട്ട് വരാറുണ്ട്. അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റാഇൻ വമസ്ഊലുൻ അൻ റഅയ്യതിഹി. നിങ്ങളെല്ലാവരും പ്രജകളുള്ളവരാണ്. നിങ്ങളൊക്കെ ഭരണകർത്താക്കളാണ്, നിങ്ങൾ പ്രജകളുള്ളവരാണ്. ഈ പ്രജകളെക്കുറിച്ചും നിങ്ങളോട് ചോദ്യമുണ്ട്.
അത് ഇനി എന്താ ഞാനിപ്പോ ഭരണകർത്താവോ രാജാവോ ഒന്നും ആയിട്ടില്ല, അപ്പോഴല്ലേ എൻ്റെ കീഴിൽ പ്രജകളുണ്ടാവുകയുള്ളൂ എന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഒരാൾ ഭരണകർത്താവാകുക എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ ഭരണകർത്താവാകാൻ അർത്ഥമൊന്നുമില്ല. നേരെ മറിച്ച് ഒരു ഇമാം പറഞ്ഞ പള്ളിയിലെ ഇമാം എന്നല്ല, ഒരു നേതൃത്വം കൊടുക്കുന്ന ആൾ. അത് പള്ളിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാകാം, കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാകാം, ഒരു സൊസൈറ്റിക്ക്, ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാകാം. ഇമാം അദ്ദേഹം പ്രജകളുള്ളവനാണ്. തന്റെ പ്രജകളെ കുറിച്ച് അല്ലാഹു തആല അവരോട് ചോദിക്കും. അപ്പൊ തന്റെ കീഴിലുള്ള ആളുകളുടെ നന്മയിലുള്ള ജീവിതം, അവർക്ക് ഖുർആൻ അറിയണം, അവർക്ക് ഹദീസ് പഠിക്കണം, അവർ ദീനീ ബോധമുള്ളവരാകണം, ശരിയും തെറ്റും വേർതിരിച്ച് പറഞ്ഞു കൊടുക്കണം. ഈ ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഇമാമിനുണ്ട്, നേതൃത്വത്തിനുണ്ട്. തന്റെ കീഴിലുള്ള ആളുകൾ തെറ്റു ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കുകയാണ്, അവരെന്തോ ചെയ്തോട്ടെ, ഞാൻ അറിയേണ്ട ആവശ്യമില്ല എന്നൊരു ഇമാമ് തീരുമാനിച്ചാൽ ആ ചോദ്യം ഇമാമിനോടാണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചില ആളുകൾക്ക് അത് വ്യക്തിപരമായി അയാൾക്ക് ഇഷ്ടമില്ലെങ്കിലും നമുക്കിത് പറയാതിരിക്കാൻ പറ്റൂല. കാരണം അള്ളാഹു ഏൽപ്പിച്ചൊരു സംഗതിയാണ്. അദ്ദേഹം ഇന്ന തെറ്റ് അദ്ദേഹത്തിനുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ പലിശയെ കുറിച്ചുള്ള ഗൗരവം അറിയാത്ത ആളാണ്, അല്ലെങ്കിൽ പലിശയെ കുറിച്ച് അറിഞ്ഞിട്ടും പലിശയുമായി ധാരാളമായി ഇടപെടുന്ന ആളാണ് എന്നൊരു ഇമാമ് അറിഞ്ഞിട്ട് തന്റെ കീഴിലുള്ള ആളോട് അത് പറയാതിരുന്നാൽ, ബോധ്യപ്പെടുത്തി കൊടുക്കാതിരുന്നാൽ ചോദ്യം ഇമാമിനോട് റബ്ബിൻ്റെതായിട്ടുണ്ട്. പറഞ്ഞു കൊടുത്തിട്ട് അവൻ പിന്നെ അതിൽ ഇടപെടുകയാണെങ്കിൽ അത് അവരും റബ്ബും തമ്മിലുള്ള കാര്യം. പക്ഷെ പറയേണ്ട ഉത്തരവാദിത്വം നേതൃത്വത്തിലുള്ള ആളുകൾക്കുണ്ട്. പിന്നെയോ ഒരു പുരുഷൻ തന്റെ കുടുംബത്തിലെ ഭരണകർത്താവാണ്, ആ ഭരണീയനെ കുറിച്ച് ചോദ്യമുണ്ട്. തന്റെ വീട്ടില് ഇസ്ലാമികമല്ലാത്ത, അള്ള വെറുക്കുന്ന എന്തെങ്കിലും ഞാൻ കൊണ്ടുവന്ന് വെച്ച് ആ വീട്ടിൽ ആരെങ്കിലും അത് ഉപയോഗിക്കാനും കാണാനും കേൾക്കാനും പിന്നെ സാഹചര്യം വന്നാൽ റബ്ബിന്റെ ചോദ്യം എന്നോടാണ്. അതൊക്കെ നമ്മളെല്ലാ കുടുംബത്തിലെ ആളുകളും മനസ്സിലാക്കണം. മക്കളുടെ ഇഷ്ടം, ഭാര്യന്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളയും റസൂലും നിഷിദ്ധമാക്കിയ എന്തോ ആകട്ടെ, ഇന്നത് ഞാൻ പറയുന്നില്ല, അത് വിശദീകരിക്കുകയാണെങ്കിൽ കുറെ പറയാം. എന്തുമാകാം അല്ലെ, ഹറാമായ സംഗതികൾക്ക് വേണ്ടി മക്കൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു വസ്തു, അല്ലെങ്കിൽ ഹറാമാണെന്ന് അള്ളയും റസൂലും പറഞ്ഞൊരു സംഗതി, അത് വസ്ത്രത്തിലാകാം, വസ്ത്രധാരണ രീതിയിലാകാം, ആ വസ്ത്രത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പണമാകാം, അത് ഈ വാപ്പയെല്ലാം കൊടുക്കുന്നത്. അതെ, കുല്ലുക്കും മസ്ഊൽ, നിങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടും. ഇതൊരു നിസ്സാര കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മൾ കേൾക്കാത്തവരല്ല, പക്ഷെ പലപ്പോഴും അശ്രദ്ധ വന്നു പോകുന്നവരാ. എൻ്റെ മകൻ എൻ്റെ കൂടെ, അല്ലെങ്കിൽ എൻ്റെ മകനെ ഞാൻ പള്ളിക്കും സ്കൂൾക്കും മദ്രസയ്ക്കും പറഞ്ഞേക്കുമ്പോൾ അവൻ്റെ പാൻറ് നെരിയാണിക്ക് താഴെ ഇട്ട് വിട്ടാൽ വാപ്പാ നിങ്ങളോട് ചോദ്യമുണ്ട്, സംശയമൊന്നുമില്ല. അവൻ ചെറിയ കുട്ടി, അവനറിയില്ല. പിന്നെ അവൻ വളർന്നത് ആ ശൈലിയില. അതിന് ഉത്തരവാദി വാപ്പയാണ്. വാപ്പ പറഞ്ഞു കൊടുക്കണം, മോനെ പാൻറ് ധരിക്കുന്നത് അങ്ങനെയല്ല, തുണി എടുക്കുന്നത് അങ്ങനെയല്ല, നെരിയാണിക്ക് മുകളിലായിരിക്കണം. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. നമുക്ക് ചിലപ്പോൾ അതൊക്കെ നിസ്സാരമായിട്ട് തോന്നും, പക്ഷെ അത് അള്ളാഹുവിന്റെ നിയമമാണ്. ആ മകന്റെ തെറ്റായ പോക്കിന് കാരണക്കാരൻ വാപ്പയോ ഉമ്മയോ ആണ് എങ്കിൽ അല്ലെ, സമൂഹത്തിന്റെ മുമ്പിൽ തന്റെ സൗന്ദര്യവും ഭംഗിയും പ്രകടിപ്പിക്കുമാറ് സൗന്ദര്യ പ്രകടന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്റെ മക്കളെ അണിയിച്ചൊരുക്കി ഒരു ഉമ്മ സ്കൂളിലേക്ക് പറഞ്ഞയച്ചാൽ, സ്ത്രീന്റെ സൗന്ദര്യത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ എന്താ? മറച്ചു വെക്കണം എന്നുള്ളതാണ്. ആണിനോടും പെണ്ണിനോടും അല്ല, ഞാൻ വിഷയം മാറിപ്പോകല്ല, ഒരു പോയിന്റ് പറയാം. ആണിനോടും പെണ്ണിനോടും അല്ല എന്ത് പറഞ്ഞു? കാണരുത്, നോക്കരുത്, കണ്ണ് താഴ്ത്തണം. ഇത് ആണിനോടും പെണ്ണിനോടും പറഞ്ഞു. പക്ഷെ ഒരു പെണ്ണിനോടൊരു കാര്യം അധികം പറഞ്ഞു, അതെന്താ? കാണിച്ചു കൊടുക്കരുത്. അത് ആണിനോട് പറഞ്ഞിട്ടില്ല, ഇത് വേറെ വിഷയം. നിങ്ങൾ നോക്കരുത് എന്ന് പറഞ്ഞടത്ത്, കണ്ണ് താഴ്ത്തണമെന്ന് പറഞ്ഞടത്ത് ആണും പെണ്ണും പറഞ്ഞു ഖുർആനിൽ. വിശ്വാസികളോട് പറയണം കണ്ണുകൾ താഴ്ത്തട്ടെ, വിശ്വാസിനികളോടും പറയണം അവർ കണ്ണുകൾ താഴ്ത്തട്ടെ. വിശ്വാസിനികളോട് പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താ പറഞ്ഞത്? തന്റെ സൗന്ദര്യം ഔറത്ത് വെളിപ്പെടുത്തരുത്, അത് ഭർത്താവിന് മാത്രം കാണാനുള്ളതാണ്. ശരി, വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയെ, അവൾ സ്കൂളിലാകാം കോളേജിലാകാം, അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഇതാ ഇത് നിന്റെ വേഷമല്ല, ഇത് ഇസ്ലാമിന്റെ വേഷമല്ല എന്ന് പറയേണ്ട ബാധ്യത ഉമ്മ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടും അവളത് ചെയ്താലോ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. അത് അവളും റബ്ബും തമ്മിൽ. അത് നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ല, മകളുടെ ഇഷ്ടം മാത്രം നോക്കി, അവളുടെ താല്പര്യം നോക്കി അവൾ അവളുടെ പാട്ടിന് വിട്ടാൽ അവൾ നരകത്തിലേക്ക് പോകുന്നു എങ്കിൽ അതിലൊരു ഭാഗം ശിക്ഷ ഉമ്മ നിങ്ങൾക്കുമുണ്ട്, വാപ്പ നിങ്ങൾക്കുമുണ്ട്.
അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീട്ടിലെ ആളുകൾ അവനോട് അതിനെക്കുറിച്ച് ചോദ്യമുണ്ട്. ഭർത്താവിന്റെ വീട്ടിലെ ഭാര്യ, അവിടുത്തെ രാജാവാണ് ആ ഭാര്യ, അവളുടെ കീഴിൽ ചില സംഗതികളുണ്ട്. എന്താ? ഭർത്താവിന്റെ അഭിമാനം, ഭർത്താവിന്റെ സമ്പത്ത്, ഭർത്താവിനോടുള്ള സ്നേഹം, ആ ഭർത്താവിലൂടെ ഉണ്ടായ മക്കൾ, ഇതൊക്കെ അവളുടെ ഉത്തരവാദിത്തങ്ങളാണ്. അതിൽ അവൾ കൃത്യത പാലിക്കണം. അതിനെക്കുറിച്ച് അവളോടും ചോദ്യമുണ്ട്. തന്റെ യജമാനന്റെ സമ്പത്ത് ഏൽപ്പിക്കപ്പെട്ട സേവകൻ, അല്ലെ, കട ഏൽപ്പിച്ചു, ഉത്തരവാദിത്തം ഏൽപ്പിച്ചു, അവനെ മാനേജറായി നിശ്ചയിച്ചു, അതിൽ കടയുടെ ആ സ്ഥാപനത്തിന് മൊത്തം ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. ഇനി ആ സമ്പത്ത് നോക്കേണ്ടത് ഈ വേലക്കാരൻ, ആ സേവകനാ. അതിൽ എന്തെങ്കിലും അവൻ തട്ടിപ്പോ വെട്ടിപ്പോ കാണിച്ചാൽ, സാമ്പത്തികമായ ചൂഷണങ്ങൾ നടത്തിയാൽ ചോദ്യമുണ്ട് നാളെ പരലോകത്ത്. ഇതൊക്കെ ഓരോന്ന് പറഞ്ഞു. അവസാനം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫകുല്ലുകും റാഇൻ, നിങ്ങളൊക്കെ ഭരണകർത്താക്കളാണ്. ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് നമ്മുടെ കീഴിൽ ഒന്നുണ്ട്. ഒന്നുകിൽ ഭാര്യയുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ മക്കളും കൂടി ആവും. അപ്പൊ ആരും തന്റെ കീഴിലില്ലാന്ന് കരുതരുത്. നമ്മളൊക്കെ ഭരണകർത്താക്കളാ, നമ്മുടെ കീഴിൽ പലരും ഉണ്ട്, അവരെ കുറിച്ച് നമ്മോട് ചോദ്യമുണ്ട്. അതുകൊണ്ട് മകൻ സുബൈക്ക് നമസ്കരിക്കാതെ കടന്നുറങ്ങുമ്പോ വിളിക്കേണ്ട ഉത്തരവാദിത്തം വാപ്പാ നിങ്ങൾക്കുണ്ട്. അവന് കിടന്നുറങ്ങിക്കോട്ടെ, അവൻ ക്ഷീണിച്ചിട്ടുണ്ടാവും, രാത്രി 12 കഴിഞ്ഞ് ഉറങ്ങിയോ, ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ ചിന്തിച്ച് അവനെ ഉറങ്ങാൻ വിട്ടാലോ വാപ്പാട് ചോദ്യമുണ്ട്. അവനെ വിളിക്കണം, ഉണർത്തണം, പള്ളിയിലേക്ക് പറഞ്ഞയക്കണം. വിളിച്ചിട്ടും പോയില്ലെങ്കിലോ ആ ചോദ്യം നമ്മോടില്ല. നീ അവനെ വിളിച്ചോണത്തിയിട്ട് എന്ത് അവൻ പോകാൻ നമ്മോട് ചോദിക്കൂല, ആ ചോദ്യം അവനോടെ ഉള്ളൂ. ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റുക, ഇത് പരലോകത്ത് റബ്ബിന്റെ ചോദ്യമാണ്. നിങ്ങളൊക്കെ ഭരണകർത്താക്കളാണ്. നിങ്ങൾ എല്ലാവരോടും അല്ലാഹു തആല ചോദ്യം ചെയ്യുകയും ചെയ്യും. മറ്റൊരു ഹദീസിൽ കാണാം, നമ്മുടെ കീഴിൽ എന്ത് അല്ലാഹ് ആറ് നിശ്ചയിച്ചു തന്നിട്ടുണ്ടോ അതിനെക്കുറിച്ചൊക്കെ നമ്മോട് ചോദ്യമുണ്ട്. അതിൽ നീ സൂക്ഷ്മത കാണിക്കേണ്ട പോലെ സൂക്ഷ്മത കാണിച്ചോ, അതോ നീ അതിനെ നഷ്ടപ്പെടുത്തിയോ? ഒരാളോട്, ഒരു പുരുഷനോട് തന്റെ കുടുംബത്തെക്കുറിച്ച്, കുടുംബം, ഭാര്യ, മക്കളൊക്കെ ഇതിൽ പെടും. അപ്പൊ അവരുടെ വേഷവും വിധാനവും ഭക്ഷണവും അവരുടെ മറ്റു ദീനി കാര്യങ്ങളും, അവർ ദീന് പഠിപ്പിച്ചോ, ഖുർആൻ പഠിപ്പിച്ചോ, ഇതൊക്കെ ചോദ്യമാണ് നമ്മളോട്. അപ്പൊ അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ മറക്കാതിരിക്കുക. മക്കൾക്ക് നമ്മൾ ട്യൂഷൻ കൊടുക്കണ്ടെന്നല്ല, വിദ്യാഭ്യാസം ഭൗതികപരമായി നമ്മുടെ മക്കൾ വളർന്നു ഉയരണം, ഉന്നതമായ സ്ഥാനങ്ങളിൽ അവരെത്തണം. അതോടൊപ്പം അല്ലാഹുവിനെ പേടിയുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായി അവൻ മാറണം. കൃത്യമായി 5 നേരം നമസ്കരിക്കുന്ന ഉദ്യോഗസ്ഥനായി അവൻ മാറണം. ആ കുടുംബത്തിന് ബർക്കത്തുണ്ടാവും. നമസ്കാരവും ഇല്ല, ഇബാദത്തും ഇല്ല, ദീനി വസ്ത്രമില്ല, അങ്ങനെ യാതൊരു സംസ്കാരവും ഇല്ലാണ്ട് അവൻ വെറുതെ കുറേ ശമ്പളം വാങ്ങുന്ന ആളായി മാറിയാൽ നമുക്കൊരു കാര്യം ഇഹലോകത്തും ഉണ്ടാവില്ല, ചിലപ്പോൾ പരലോകത്തും ഉണ്ടാവില്ല. ഇനി അവന്റെ ഈ വളർച്ചയ്ക്ക് കാരണക്കാർ നമ്മളാണോ? റബ്ബിന്റെ അടുക്കൽ നമ്മൾ നാളെ മറുപടിയും പറയേണ്ടവരാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഇവിടെ മദ്രസ ഉണ്ട്. ആഴ്ചയിൽ ഒരൊറ്റ ദിവസമാണ് മദ്രസ, ഒരൊറ്റ ദിവസം, ഞായറാഴ്ച മാത്രം. ചില രക്ഷിതാക്കൾ വിളിച്ചു ചോദിച്ചു, എൻ്റെ കുട്ടിക്ക് ഞായറാഴ്ച ട്യൂഷൻ ഉണ്ട്, ഒരു 9 മണിക്ക് വിടുമോ? ആർക്ക് വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്? സാധാരണ മദ്രസകളിൽ ഒരാഴ്ച 7 ദിവസം മദ്രസ ഉണ്ട്, വെള്ളിയാഴ്ച ലീവാവും. ഇവിടെ ആകെ ഞായറാഴ്ച മാത്രം. എന്നിട്ട് രക്ഷിതാവ് വിളിക്കുക, അന്ന് എൻ്റെ കുട്ടിക്ക് ട്യൂഷൻ ഉണ്ട്, അപ്പോൾ 9 മണിക്ക് വിടുമോ? മദ്രസ തുടങ്ങി 7:30 മണിക്ക്, 11:45 മദ്രസ വിടുന്നത്. എന്നിട്ട് അങ്ങനെ ഒരു രക്ഷിതാവ് ചോദിച്ചുവെങ്കിൽ ദീനിനോട് നമ്മൾക്ക് എത്ര താല്പര്യമുണ്ട്? എൻ്റെ കുട്ടി അത് പഠിക്കണം, ഇത് പഠിക്കണം, അവൻ ഇംഗ്ലീഷിൽ വീക്കാണ്, കണക്കിൽ വീക്കാണ്, അതുകൊണ്ടാണ് ട്യൂഷന് വിടുന്നത് എന്നല്ലേ? ശരി, എൻ്റെ മകൻ അത്തഹിയാത്തിന് വീക്കാണോ? ഒന്ന് ചൊല്ലിപ്പിച്ചു നോക്കും മക്കളോട്. അത്തഹിയാത്തിയോ എല്ലാവരും പറയും. അത്തഹിയാത്തിന് ശേഷമുള്ള ദുആ, അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു. ചൊല്ലിപ്പിക്കും മക്കളെ. അവൻ വീക്കാണോ? റബ്ബിന്റെ ചോദ്യം നമ്മളോടായിരിക്കും. ഇതിന്റെ കാരണം അവൻ പോയത് വേറെ ട്യൂഷനാ, പഠിക്കേണ്ടത് പഠിച്ചിട്ടില്ല. ഇനി ഞാൻ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഞാൻ എതിര് പറഞ്ഞു തോന്നരുത്. അതൊക്കെ വേണം, അതൊക്കെ അതിൻ്റെതായ സ്ഥാനത്ത് വേണം. ഒപ്പം ദീനിയും ബോധവും അത് ഉണ്ടെങ്കിലേ നാളെ നമ്മൾ മരിച്ചാലേ നമ്മുടെ മയ്യത്ത് ഇങ്ങനെ കടത്തിയിട്ട് മുമ്പിൽ വന്നിട്ട് ആ മകന് കൈകെട്ടി നിന്നിട്ട് ആത്മാർത്ഥമായിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിനാ വമയ്യിതിനാ വശാഹിദിനാ വഗായിബിനാ എന്ന് പറഞ്ഞ് ദുആ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു മകൻ വളർന്നു വരണം. അത് വേറൊരു കാര്യം.
അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. അള്ളാഹ് എന്താ ചോദിക്കുക, നമ്മൾ ആരും അറിയാത്തവരല്ല. പക്ഷെ ആ ചോദ്യത്തിന് നമ്മൾ മറുപടി പറയാൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചിന്ത നമ്മൾ എപ്പോഴും ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ഖുത്ബകളിൽ സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, നമ്മുടെ പുത്തൻപള്ളി ഭാഗത്ത് ഒരു മദ്രസയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള സഹോദരന്മാർ ഒരു സഹായം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കുട്ടികളുള്ള മദ്രസയാണ്. അപ്പോൾ അത് ഒന്നുകൂടി വിപുലീകരിച്ചുകൊണ്ട് കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴുള്ള കുട്ടികൾക്ക് സ്ഥലം തികയാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അതിൻ്റെ കളക്ഷന് വേണ്ടി അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ കരുതി വരിക. അതൊക്കെ നമ്മുടെ പരലോകത്തേക്കുള്ള ഒരു ഒരുക്കത്തിൻ്റെ ഭാഗമാണ്. ഖുർആനും ദീനൊക്കെ പഠിക്കുന്ന മക്കൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും എന്നെന്നുമായി നിലനിൽക്കുന്ന ജാരിയത്തായ സ്വതക്കയിൽപ്പെട്ടതാണ്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി നൽകണമെന്നുള്ള നല്ല നിയത്തോടു കൂടി നമ്മൾ അടുത്ത വെള്ളിയാഴ്ച എന്തെങ്കിലും കരുതി വരണം. ഇന്നില്ല, അടുത്ത വെള്ളിയാഴ്ചക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ കൂടുതലായി ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളെ കൂട്ടുകുടുംബങ്ങളിൽ ഒരുപാട് ആളുകൾ രോഗികളാണ്. അല്ലാഹു തആല അവർക്കെല്ലാം ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെ ഖബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم طيب ثراهم واجعل الجنة مأواهم. اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم حاسبنا حسابا يسيرا. اللهم حاسبنا حسابا يسيرا. اللهم حاسبنا حسابا يسيرا. اللهم يسر لنا حسابنا. اللهم أعط كتبنا في أيماننا. اللهم ثقل موازيننا. اللهم ثبتنا على الصراط. اللهم إنا نسألك الفردوس الأعلى. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا عيبا إلا سترته ولا مرضا إلا شفيته ولا ضالا إلا هديته ولا مبتلا إلا عافيته ولا كربا إلا نفسته ولا حاجة من حوائج الدنيا والآخرة إلا أتممتها بفضلك وتوفيقك وإحسانك يا أكرم الأكرمين. صلى الله عليه وسلم.